a salt is produced by reaction between an acid and a base identify the acid and base from which the following salt have been formed. A salt is produced by the reaction between an acid and a base. Identify the acid and base from which the following salt have been formed. എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് സോൾട്ട് എന്തായാലും ആസിഡും ബേസും തമ്മിലുള്ള റിയാക്ഷനിലൂടെയാണ് ഉണ്ടാകുന്നത്. അങ്ങനെയാണെങ്കിൽ ഏത് ആസിഡും ഏത് ബേസും റിയാക്ട് ചെയ്തപ്പോഴാണ് താഴത്തെ ഞാനിപ്പോൾ തരാൻ പോകുന്ന സോൾട്ടുകൾ ഉണ്ടായേ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അതിനകത്തെ ഒന്ന് എന്ന് പറയുന്നത് Na2SO4, 2 എന്ന് പറയുന്നത് NH4Cl, 3 എന്ന് പറയുന്നത് KNO3, 4 എന്ന് പറയുന്നത് NaCl. ഇത് ഏതൊക്കെയാ നമുക്കറിയാലോ. Na2SO4 ആണ് സോൾട്ട് ആയിട്ട് വരുന്നത്. അത് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ Na ഉള്ള ഒരു ആസിഡും ഒരു ബേസും SO4 ഉള്ള എന്തെങ്കിലും Na ഉള്ള ആസിഡാണ് ബേസാണ് എന്താണെങ്കിലും ഈ അയോൺ അത് ഇതിനകത്ത് ഏതൊക്കെ അയോണുള്ളത്? ഇതിനകത്ത് Na പ്ലസും SO4 2- ഉള്ളത്. അപ്പൊ SO4 2- ഉള്ളത് ഒരു ആസിഡിനകത്ത് SO4 2- ഉണ്ട്, H2SO4. ഈ Na ഉള്ള ഒരു ബേസ് ഉണ്ട്, NaOH. കണ്ടോ? അപ്പൊ ഇത് രണ്ടും ചേർന്നിട്ടായിരിക്കും ഇത് ഉണ്ടായിരിക്കുന്നത്. പ്ലസ് എത്രയാ? H2O. ഓക്കെ ആണല്ലോ. അപ്പം ഇതാ റിയാക്ഷൻ. നിങ്ങൾക്ക് റിയാക്ഷൻ ആയിട്ട് എഴുതിയിട്ട് വേണമെങ്കിൽ പേര് എഴുതാം. എന്താണ്? സോഡിയം ഹൈഡ്രോക്സൈഡ്. ഇത് സൾഫ്യൂരിക് ആസിഡ്. അടുത്തത് രണ്ടാമത്തേത് NH4Cl. NH4Cl ഏതാ? NH4Cl-നകത്ത് ഏതൊക്കെയാണ് ഉള്ളത്? NH4 പ്ലസും Cl മൈനസും. Cl മൈനസ് ഉള്ള ഒരു ആസിഡ് ഉണ്ട്, HCl ഇല്ലേ? NH4 പ്ലസ് ഉള്ള ഒരു ബേസും ഉണ്ട്, NH4OH, അമോണിയം ഹൈഡ്രോക്സൈഡ്. ഇത് രണ്ടും ചേർന്നിട്ടാണ് ഇത് ഉണ്ടാകുന്നത്. കണ്ടോ? ഇങ്ങനെ ചിന്തിക്കാം. അപ്പം ഇതേതാ? ഇത് അമോണിയം ഹൈഡ്രോക്സൈഡ് ആണ്. അമോണിയം ഹൈഡ്രോക്സൈഡ് ആണ്. ഇതെന്താ? ഇത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ഓക്കെ, ഇത് വാട്ടറുമാണ്. ഇത് സോഡിയം സൾഫേറ്റ്, ഇത് അമോണിയം ക്ലോറൈഡ്. ഇതിന്റെ പേര് അമോണിയം ക്ലോറൈഡ്. അമോണിയം ക്ലോറൈഡ്. ചോദിച്ചു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിക്കണേ. ഓക്കെ, അടുത്തത് KNO3 എങ്ങനെയാ ഉണ്ടാകുന്നത്? KNO3 അത് ഏതൊക്കെയാണ് ഉള്ളത്? K പ്ലസും ഉണ്ട്, NO3 1- ഉണ്ട്. NO3 1- അയോൺസ് ഉള്ള ഒരു ആസിഡ് ഉണ്ട്, നൈട്രിക് ആസിഡ് എന്ന് പറയും, HNO3. ഇത് നൈട്രിക് ആസിഡ് ആണ് അല്ലേ? ആസിഡാണ്. K ഉള്ളൊരു ബേസും ഉണ്ട്. NaOH എടുത്ത പോലെ നമുക്ക് KOH എടുക്കാം. ഒരു ആൽക്കലിയ ബേസ് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുന്ന ഒരു ബേസ് ആണ് KOH. അതുപോലെ സ്ട്രോങ് ബേസും ആണ്. അപ്പം ഇത് എന്താണ്? പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. അപ്പൊ എന്താ? പൊട്ടാസ്യം നൈട്രേറ്റ്. ഇവന്റെ പേര് പൊട്ടാസ്യം നൈട്രേറ്റ് പ്ലസ് വാട്ടർ. അതേപോലെ തന്നെ
അതേപോലെ തന്നെ വേറെ ഒരാളും കൂടെ ഉണ്ടല്ലോ, ഒരു സോൾട്ട് കൂടെ ഉണ്ടല്ലോ, NaCl. NaCl എങ്ങനെയാ? NaCl ഏതൊക്കെയാണുണ്ട്? Cl ഉം Na പ്ലസും Cl മൈനസ്. അപ്പൊ HCl ഉം Na വെച്ച് നമ്മൾ യൂഷ്വലി എപ്പോഴും ചെയ്യുന്നതാണ് അല്ലേ? ഇപ്പൊ എന്തുണ്ടാവും? വാട്ടർ ഉണ്ടാവും. ഇത് സോഡിയം ക്ലോറൈഡ്, ഇത് ഹൈഡ്രോക്ലോറിക് ആസിഡ്, അതേപോലെ തന്നെ ഇത് എന്താണ്? സോഡിയം ക്ലോറൈഡ്. അയ്യോ, ഇത് സോഡിയം ക്ലോറൈഡ് അല്ല കേട്ടോ, ഇത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. ഓക്കെ, ഇതിനകത്ത് നിങ്ങളൊന്ന് പറയാവോ? എല്ലാരും ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാമോ? അക്ഷിത ഒന്ന് വിളിക്കട്ടെ. അക്ഷിത ഇവിടെ ഉണ്ടോ? അക്ഷിത. ശ്രേയ ഉണ്ടോ? ശ്രേയ ഉണ്ട്. ഡീന് ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഡീൻ. എലീജ. ഓക്കെ, ഇവിടെ നോക്കിക്കോളൂ. ഓക്കെ, ഇത് ശ്രേയോടാണ് ചോദ്യം. ശ്രേയ, ഇത് ഇപ്പൊ ഈ NaOH ഒരു സ്ട്രോങ് ആസിഡ് ആണോ സ്ട്രോങ് ബേസ് ആണോ? അല്ല സോറി, സ്ട്രോങ് ബേസ് ആണോ വീക്ക് ബേസ് ആണോ? സ്ട്രോങ് ബേസ്. ഇത് സ്ട്രോങ് ആസിഡ് ആണോ വീക്ക് ആസിഡ് ആണോ? ഇത് സ്ട്രോങ്. അങ്ങനെയാണെങ്കിൽ ഉണ്ടാകുന്ന സോൾട്ടിനെ നമ്മൾ എന്ത് വിളിക്കുന്ന പറഞ്ഞേ? സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസും ചേർന്നുണ്ടാകുന്ന സോൾട്ട് നോർമൽ സോൾട്ട് ആയിരിക്കും. നോർമൽ അഥവാ ന്യൂട്രൽ സോൾട്ട് ആയിരിക്കും അല്ലേ? ആണോ? അങ്ങനെയാണോ പഠിപ്പിച്ചേ? ആണ്. ഇനി ഇവിടെ ഒന്ന് നോക്കിയേ, ഇതൊന്ന് പറഞ്ഞേ. NH4 ഇതെന്താ? വീക്ക്. ഇത് വീക്ക് ആയിട്ടുള്ള ബേസ് ആണ്. ഇതെന്താ? സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഉണ്ടാകുന്ന സോൾട്ട് എന്ത് സോൾട്ട് ആയിരിക്കും? സ്ട്രോങ് സോൾട്ട് അല്ല, അസിഡിക് സോൾട്ട് എന്ന് പറയും. അങ്ങനല്ലേ പഠിപ്പിച്ചേ? ആസിഡ് സോൾട്ട് എന്ന് പറയും ഇല്ലേ? ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ KOH ഇതെന്താ? സ്ട്രോങ്. ഇതെന്താ? സ്ട്രോങ്. ഉണ്ടാകുന്ന സോൾട്ട് എന്തായിരിക്കും? അസിഡിക്. ന്യൂട്രൽ അഥവാ നോർമൽ എന്ന് പറയാം. നോർമൽ സോൾട്ട് അഥവാ ന്യൂട്രൽ സോൾട്ട്. അടുത്തത് ഇത് സ്ട്രോങ്. ഇത് സ്ട്രോങ്. ഉണ്ടാകുന്ന സോൾട്ട് എന്താ? ന്യൂട്രൽ. അപ്പം ഇവിടെ ഏത് സോൾട്ട് ആണ് ആസിഡ് സ്വഭാവം കാണിക്കുന്ന സോൾട്ട്? NH4Cl. അപ്പം ഇതിന്റെ pH എന്തായിരിക്കും? NH4Cl നെ ഞാൻ എടുത്തിട്ട് ഇച്ചിരി വെള്ളത്തിനകത്ത് കലക്കി കഴിഞ്ഞിട്ട് അതിനകത്ത് pH പേപ്പർ മുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ pH എന്ത് കാണിക്കും? ലെസ് ദാൻ 7. വെരി ഗുഡ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ഞാൻ തരാം, നോക്കിക്കോളൂ. ഇതിന്റെ തന്നെ സബ് പാർട്ട് ആണ്. അതായത് ഈ ക്വസ്റ്റ്യൻ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇവിടെ ചോദിച്ചിരിക്കുന്നത് which one of these will have pH
less than 7 less than 7 and y അപ്പം നിങ്ങൾ അതിന്റെ ആൻസർ ഓൾറെഡി നിങ്ങൾ ഇപ്പൊ പഠിച്ചു കഴിഞ്ഞു. NH4Cl ആണ്. NH4Cl ആണ്. അതിന്റെ കാരണം because NH4Cl is obtained അല്ലെ prepared എന്ന് കൊടുക്കുക കുറച്ചുകൂടെ നല്ലതായിരിക്കും. prepared from a weak base അതായത് NH4OH ബ്രാക്കറ്റിൽ എഴുതുക and a strong acid HCl. Therefore resulting salt will be an acid salt. So pH will be less than 7. ഇങ്ങനെയൊക്കെ പഠിച്ചോണ്ട് ഇങ്ങനെയൊക്കെ ചോദ്യം ഉണ്ടാവാം. ഓക്കെ ആണല്ലോ? ഡൗട്ട് ഉണ്ടോ ചോദിക്കണം. അക്ഷിത ഓക്കെ ആണോ? അക്ഷിത കേൾക്കാം സർ. ഓക്കെ ആണോ? ഈ പറഞ്ഞു ഓക്കെ ആണോ? ലാസ്റ്റിലത്തെ ഒന്നുകൂടെ പറയാമോ? ഇവിടെ നെറ്റ് പോയായിരുന്നു ഇടയ്ക്ക്. അല്ല, ഞാൻ ആ സോൾട്ട് എങ്ങനെയാണ്, ആസിഡ് സോൾട്ട് ആണോ നോർമൽ സാൾട്ട് ആണോ വരുന്നതെന്ന് എങ്ങനെ പറഞ്ഞെന്ന് മനസ്സിലായി? അത് കേട്ടോ? അക്ഷിത ഇപ്പൊ കേൾക്കാം. അല്ല, അത് നേരത്തെ ഞാൻ പറഞ്ഞ ഇത് കേട്ടായിരുന്നോ? അവിടെ അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നെറ്റ് സ്ലോ ആയിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ ഇപ്പൊ കേൾക്കാവോ? ഇപ്പം അക്ഷിതയോടാ ചോദിക്കുന്നത്. അതായത് ഇവിടെ NaOH H2SO4 ചേർന്നിട്ടാണ് Na2SO4 ഉണ്ടായത്, ആണോ? NaOH സ്ട്രോങ് ബേസ് ആണോ വീക്ക് ബേസ് ആണോ? സ്ട്രോങ്. H2SO4 സ്ട്രോങ് ആസിഡ് ആണോ വീക്ക് ആസിഡ് ആണോ? സ്ട്രോങ് ആസിഡ്. അപ്പൊ അത് ചേർന്നുണ്ടാകുന്ന സോൾട്ടിനെ എന്ത് വിളിക്കുന്നാ പറഞ്ഞേ? ന്യൂട്രൽ സോൾട്ട് അഥവാ നോർമൽ സോൾട്ട് എന്ന് പറയാം അല്ലേ? NH4 സ്ട്രോങ് ബേസ് ആണോ വീക്ക് ബേസ് ആണോ? NH4OH HCl സ്ട്രോങ് ആണോ വീക്ക് ആണോ? സ്ട്രോങ്. അപ്പൊ വീക്ക് ബേസും സ്ട്രോങ് ആസിഡും ചേർന്നുണ്ടാകുന്ന NH4Cl ആസിഡ് NaCl നെ എന്തെന്ന് വിളിക്കും? ആസിഡ് സോൾട്ട് എന്ന് വിളിക്കും, ബേസിക് സോൾട്ട് എന്ന് വിളിക്കുമോ, നോർമൽ സോൾട്ട് എന്ന് വിളിക്കും? കാരണം സ്ട്രോങ് ആസിഡും വീക്ക് ബേസും, അപ്പൊ ആസിഡിക് സോൾട്ട്. ഓക്കെ, അടുത്തത് KOH ഉം HNO3 സ്ട്രോങ്, രണ്ടുപേരും സ്ട്രോങ് ആണോ വീക്ക് ആണോ? രണ്ട് സ്ട്രോങ്. അപ്പൊ ഉണ്ടാകുന്ന സോൾട്ട് എന്തായിരിക്കും? ന്യൂട്രൽ അഥവാ നോർമൽ. അതേപോലെ തന്നെ NaOH ഉം HCl ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന എന്തായിരിക്കും? അത് സ്ട്രോങ് ആണോ രണ്ടും? ഉണ്ടാകുന്ന സോൾട്ട് എന്തായിരിക്കും? ന്യൂട്രൽ. അപ്പൊ ഇതിനകത്ത് ഏത് സോൾട്ട് ആണ് ആസിഡ് സോൾട്ട്? സ്ട്രോങ് ആസിഡും വീക്ക് ബേസും. വീക്ക് ബേസ്. ഓക്കെ, അത് ഏതാണ് ഇവിടെ തന്നിരിക്കുന്നതിൽ? ഇവിടെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? NH4OH minus plus HCl. NH4OH മൈനസ് എന്ന് ഇടണ്ട കേട്ടോ. ഞാൻ ആ OH മൈനസ് NH4OH എന്ന് ഇട്ടാൽ മതി, മനസ്സിലായോ? മൈനസ് എന്ന് ഇടല്ലേ. ഇത് ഇടുമ്പോ അയോൺസ് എഴുതുമ്പോഴേ അങ്ങനെ എഴുതാവേ, ഞാൻ അറിയാതെ ഇട്ട് പോയതാ കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന സോൾട്ട് NH4Cl അല്ലേ? ആ NH4Cl NH4Cl ഒരു pH പേപ്പർ മുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ അവസ്ഥ എന്തായിരിക്കും ഇവിടെ കാണാൻ പറ്റുക? pH ആണെന്ന് എങ്ങനെ മനസ്സിലായി? Less than 7 ആയിരിക്കും. അത്രേ ഉള്ളൂ. അപ്പൊ അതാണ് ഈ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് വിൽ ഹാവ് pH less than 7 and why? അപ്പൊ നമുക്കറിയാം NH4Cl ആണ്. അതിന്റെ കാരണം NH4Cl is prepared from weak base and strong acid, resulting salt will be an acid salt, so pH will be less than 7. Okay. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ.
you have four solution. You have four solution. A, B, C and D. The pH of solution A is 6, B is 9, C is 12, D is 7. ഒന്നാമത്തെ question, identify the most acidic and most basic. Identify the most acidic and most basic solution respectively. രണ്ടാമത്തെ question, arrange the above solution in the increasing order of H plus ion concentration. അടുത്തത് അതിന്റെ മൂന്നാമത്തെ ചോദ്യം, state the change in color of pH paper on dipping in solution C and D. പെട്ടെന്ന് ചെയ്തു. ഓക്കെ, ഇതിന് ആൻസർ പറഞ്ഞു തരാൻ നോക്കിയോളൂ. അതായത് ഈ 4 സൊല്യൂഷൻ തന്നിട്ടുണ്ട്, എ ബി സി ഡി. എന്താണ്, എയുടെ pH 6, ബിയുടെ pH 9, സിയുടെ pH 12, ഡിയുടെ pH 7. ഐഡന്റിഫൈ ദ മോസ്റ്റ് അസിഡിക് ആൻഡ് മോസ്റ്റ് ബേസിക് സൊല്യൂഷൻ റെസ്പെക്റ്റീവ്ലി. അതായത് മോസ്റ്റ് അസിഡിക് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ഏറ്റവും കുറവ് pH ഉള്ളത് മോസ്റ്റ് അസിഡിക്. ഇവിടെ ഏറ്റവും കുറവ് pH ഉള്ള എ ആണ്. എ എന്ന് പറയുന്നത് മോസ്റ്റ് അസിഡിക്. ഏറ്റവും കൂടുതൽ pH വാല്യൂ ഉള്ളത് സിക്കാണ്. അപ്പൊ സി എന്താ, മോസ്റ്റ് ബേസിക്. ഓക്കെ, അറേഞ്ച് ദ എബോവ് സൊല്യൂഷൻ ഇൻ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് H പ്ലസ് അയൺ കോൺസെൻട്രേഷൻ. അതായത് എച്ച് പ്ലസ് അയൺ കോൺസെൻട്രേഷന്റെ ഇൻക്രീസിംഗ് ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ H പ്ലസ് അയൺസ് ഉള്ളത് ഇതിനകത്ത്
അല്ലെ? H plus ionsന്റെ ഇൻക്രീസിങ് ഓർഡർ അല്ലേ? ഓക്കെ. അപ്പൊ ഇൻക്രീസിങ് ഓർഡർ എന്ന് പറയുമ്പോൾ ചെറുതീന്ന് വലുതോട്ട് എഴുതണം. ഇവിടെ ഏറ്റവും കുറവ് എന്താണ് ഇതുള്ള ആർക്ക്? H plus ions ഉള്ള ആർക്കായിരിക്കും? pH ഏറ്റവും കൂടുതലുള്ളതിനായിരിക്കും H plus ions തീരെ ഇല്ലാത്തത്, അല്ലെ കുറവുള്ളത്. അപ്പൊ ഇവിടെ H plus ions ഏറ്റവും അല്ലെങ്കിൽ pH ഏറ്റവും കൂടുതലുള്ള ആർക്കാ ശ്രേയ? സി. അപ്പൊ സി ആണ് ഏറ്റവും എന്താണ് H plus ions കുറവ്. ഇൻക്രീസിങ് ഓർഡർ എന്ന് പറയുമ്പോൾ ചെറുതീന്ന് വലുതോട്ട്, അങ്ങനെ തിരിച്ചെഴുതി വെക്കല്ലേ. ഇൻക്രീസിങ് ഓർഡർ എന്ന് ചെറുതീന്ന് വലുതോട്ട്. അപ്പൊ ആദ്യം ചെറുതീന്ന് വലുതോട്ടുള്ള അറേഞ്ച് ചെയ്ത് എഴുതുക. അതായത് എന്നിട്ട് ഒരു ഇച്ചിരി സ്പേസ് ഇട്ടിട്ട് അടുത്ത ഏതാ? ഡി. അടുത്ത ഡി. അടുത്ത ഏതാ? ബി. കൃത്യമായിട്ട് പറയണം. അതായത് സി ആണ് സി. ബി. സി കഴിഞ്ഞിട്ട് പിന്നെ H plus ions ഇൻക്രീസിങ് ഓർഡർ H plus ions കൂടുതലുള്ളത്. അപ്പം പിന്നെ എന്താണ്? അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കല്ലേ, അയ്യോ അത് ബേസ് അല്ലേ, ബേസിനകത്ത് H plus ions ഇല്ലല്ലോ, അതിങ്ങനെ അങ്ങനെ ചിന്തിക്കല്ലേ. അതായത് H plus ions കുറവായിരിക്കും അവിടെ എന്നുള്ളതാണ് അത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സി, അടുത്തത് ബി, പിന്നെന്താ? ഡി. പിന്നെ ഡി, പിന്നെ ഏറ്റവും കൂടുതലുള്ളത് എ. ഇത് ഇൻക്രീസിങ് ഓർഡർ, സോറി, ഇത് ഇൻക്രീസിങ് ഓർഡർ ആയതുകൊണ്ട് തന്നെ എന്താ എഴുതേണ്ടത്? ചെറിയത് വലുതോട്ടാ. പക്ഷെ ഇങ്ങനെ എഴുതാൻ പറ്റത്തില്ല. എന്ത് ചെയ്യണം എന്നറിയോ? നമ്മൾ ഒരു ലെസ് ദാൻ സൈനോട് ഇടണം. ഇൻക്രീസിങ് ഓർഡർ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതീന്ന് വലുതിലോട്ട് എഴുതിയിട്ട് ലെസ് ദാൻ സൈൻ എഴുതുക. ഡിക്രീസിങ് ഓർഡർ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ വലുതീന്ന് ചെറുതിലോട്ട് എഴുതിയിട്ട് ഗ്രേറ്റർ ദാൻ സൈൻ എഴുതാം. നോക്കി, സിയുടെ എന്താണ് H plus ionsന്റെ കോൺസെൻട്രേഷൻ ബി യെക്കാട്ടിലും കുറവാണ്, ബിയുടെ ഡി യെക്കാട്ടിലും കുറവാണ്, ഡിയുടെ എ യെക്കാട്ടിലും കുറവാണ്. അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇങ്ങനെ വേണോ എഴുതാൻ. ഇനി അടുത്ത് സ്റ്റേറ്റ് എന്താണ് ചേഞ്ച് ഇൻ സൊല്യൂഷൻ സ്റ്റേറ്റ് ദ ചേഞ്ച് ഇൻ കളർ ഓഫ് pH പേപ്പർ ഇൻ ഡിപ്പിംഗ് സൊല്യൂഷൻ സി ആൻഡ് സ്റ്റേറ്റ് കളർ ഓഫ് pH പേപ്പർ ഓൺ ഡിപ്പിംഗ് ഇൻ സൊല്യൂഷൻ. ഓക്കെ. അതായത് സി എന്ന് പറയുന്ന സൊല്യൂഷനകത്തും ഡി എന്ന് പറയുന്ന സൊല്യൂഷനകത്തും മുക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന pH പേപ്പറിന്റെ കളർ ചേഞ്ച് എന്താണ്? ഡിക്കകത്ത് മുക്കുമ്പോൾ എന്തായിരിക്കും? pH പേപ്പറിന്റെ കളർ എന്തായിരിക്കും? pH പേപ്പറിന്റെ കളർ ഗ്രീൻ ആയിരിക്കും. കാരണം അത് ന്യൂട്രൽ വരുമ്പോൾ pH പേപ്പറിന് ഗ്രീൻ കളർ കാണിക്കും. സി എന്ന് പറഞ്ഞാൽ എന്താ? സി ബേസിക് എന്ന് പറയുമ്പോഴത്തേക്കും ബേസിക് അല്ലേ, ബേസിക്കിന് വയലറ്റ് കളർ അല്ലെ ബ്ലൂ കളർ എന്ന് വേണേലും എഴുതാം. ബ്ലൂ കളർ എന്ന് എഴുതിക്കും. ബ്ലൂ കളർ വേണം ഇങ്ങനെ എഴുതാം. pH പേപ്പർ വിൽ ടേൺ ബ്ലൂ വെൻ dipped in solution C. അതേപോലെ തന്നെ pH പേപ്പർ വിൽ ടേൺ ഗ്രീൻ വെൻ dipped in എന്താണ് സൊല്യൂഷൻ D എന്ന് വേണം എഴുതാം. ഞാൻ ജസ്റ്റ് ഇങ്ങനെ എഴുതിയിരിക്കുന്നതേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, ഡ്രൈ pellets of a base X when kept in open absorb moisture and turns sticky. The compound is also formed by chlor-alkali process. Write the chemical name and formula of X. Describe
chlor-alkali process, chlor-alkali process with balanced chemical equation. Name the type of reaction occurs. Reaction occurs when X is treated with dilute HCl. Write relevant chemical equation. ഇത് തന്നെ എഴുതിക്കേ. ഇതെല്ലാം ഞാൻ പറഞ്ഞു തന്നതാണ്. Write relevant chemical equation. Chlor-alkali process എന്താന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യം അറിയാം. ആദ്യം എക്സിനെ ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതാണ് ആദ്യത്തേത്. എക്സ് എന്താന്നുള്ള കാര്യം കൃത്യം നമുക്കറിയാം. ഇത് ആ എക്സ് എന്ന് പറയുന്നത് എന്നെ വെച്ചാണ്. ആ പ്രോസസ് എല്ലാം എഴുതിക്കുക. പെട്ടെന്നാട്ടെ ഫസ്റ്റ്. അറിയാമോ? ഡീൻ അറിയാമോ ക്ലോർ-ആൽക്കലി പ്രോസസ്? അറിയാം. ആ, ഈ നെയിം ദ റിയാക്ഷൻ. ഈ റിയാക്ഷന്റെ പേരെന്താ? നെയിം ദ ടൈപ്പ് ഓഫ് റിയാക്ഷൻ. ഈ റിയാക്ഷൻ ഇലക്ട്രോലിസിസ് ആണ് കേട്ടോ. ഈ റിയാക്ഷന്റെ പേര് ഇലക്ട്രോലിസിസ് എന്നാണ്. അല്ലേ? നമ്മൾ കറണ്ട് കടത്തി വിട്ടിട്ടല്ലേ ഇതെല്ലാം ചെയ്തേ? ആണോ? എഴുതി കഴിഞ്ഞെങ്കിൽ പറയണേ. ഇത് തന്നെ എഴുതേണ്ടതാണ്. ഓൾറെഡി ഞാൻ തന്നതാണ്. അതായത് ഇവിടുത്തെ ഓരോ കാര്യങ്ങളും ഞാൻ വേണം ജസ്റ്റ് പറഞ്ഞു തരാം. നിങ്ങൾ അത് എഴുതിയെടുക്കണം. അതായത് ഡ്രൈ pellets of a base X when kept in open absorb moisture and sticky. The compound is formed by chlor-alkali process. അപ്പോൾ ബേസ് chlor-alkali പ്രോസസ്സിൽ നിന്നുണ്ടായ ബേസ് NaOH ആണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ആ NaOH-നാണ് മോയിസ്ചർ തുറന്നു വെച്ച് കഴിഞ്ഞാൽ അത് സ്റ്റിക്കി ആയി പോകുന്നത്. കറക്റ്റ് ആണ്. അതിന്റെ ഒരു നേച്ചർ അതാണ്. പിന്നെ അതിന്റെ കെമിക്കൽ ഫോർമുല എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? NaCl plus H2O gives എന്ന് എഴുതിയിട്ട് അതിന്റെ മണ്ടയ്ക്ക് ഇലക്ട്രോളിസിസ് എഴുതിയിട്ട് NaOH plus Cl2 plus H2 ഇട്ടാൽ മതി. അതേപോലെ ഡിസ്ക്രൈബ് ക്ലോർ-ആൽക്കലി പ്രോസസ് എന്ന് പറയുമ്പോൾ ആ പ്രോസസ്സ് ഡിസ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ. പിന്നെ അതിന്റെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഓൾറെഡി പറഞ്ഞു. ഇനി നെയിം ദ ടൈപ്പ് ഓഫ് റിയാക്ഷൻ ഒക്കേഴ്സ് വെൻ എക്സ് ട്രീറ്റഡ്. ടൈപ്പ് ഓഫ് റിയാക്ഷൻ ഒക്കേഴ്സ് വെൻ എക്സ് ട്രീറ്റഡ് വിത്ത് ഡൈലൂട്ട് HCl. അതായത് NaOH ഡൈലൂട്ട് HCl ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാകുന്നത്? NaOH HCl ട്രീറ്റ് ചെയ്യുമ്പോൾ NaCl പ്ലസ് എന്താ H2 ഉണ്ടാവും. അത്രേ ഉള്ളൂ. അതോടെ ഇത് കഴിഞ്ഞു.
എഴുതി കഴിഞ്ഞെങ്കിൽ പറയണേ. കഴിഞ്ഞോ? ശ്രേയ കഴിഞ്ഞോ? കഴിഞ്ഞു. ഡീൻ കഴിഞ്ഞോ? കഴിഞ്ഞു. അക്ഷിത കഴിഞ്ഞോ? കഴിഞ്ഞു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. അതായത് റൈറ്റ് ദ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഫോർ ദ ഫോളോയിങ്. ഞാൻ ഓരോ കേസുകൾ പറയും, ആ കേസുകളുടെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എഴുതുക. അതിൽ ഫസ്റ്റ് കേസ് ആണ് ബ്ലീച്ചിങ് പൗഡർ ഈസ് കെപ്റ്റ് ഓപ്പൺ ഇൻ എയർ. അപ്പൊ എന്താ ബ്ലീച്ചിങ് പൗഡർ ഈസ് കെപ്റ്റ് ഓപ്പൺ ഇൻ എയർ? ഇതൊക്കെ പഠിച്ചോണം കേട്ടോ. ഇതൊക്കെ നമ്മൾ നോർമലി ചിന്തിച്ചു കഴിഞ്ഞാൽ ചില റിയാക്ഷൻസ് കിട്ടത്തില്ല. അപ്പൊ ബ്ലീച്ചിങ് പൗഡർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം CaO, Cl2. ബ്ലീച്ചിങ് പൗഡർ CaO, Cl2. ബ്ലീച്ചിങ് പൗഡർ കെപ്റ്റ് ഓപ്പൺ ഇൻ അറ്റ്മോസ്ഫിയർ എന്ന് പറയുമ്പോൾ അറ്റ്മോസ്ഫിയറിലുള്ള CO2മായിട്ട് അതങ്ങ് റിയാക്ട് ചെയ്തിട്ട് കാക്കോ3 എന്ന് പറയല്ലേ, CaCO3 പ്ലസ് എന്തുണ്ടാവും അറിയാമോ? ക്ലോറിൻ Cl2 ഉണ്ടാവും. ഇത് ഓർത്തോണം, ഇത് പഠിച്ചോണം. എടുത്ത് ജനറലി നോർമലി കെപ്റ്റ് ഓപ്പൺ ഇൻ എയർ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യാൻ പോകും? ഇത് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് O+O2 വെച്ച് എഴുതാൻ പോകും. അതല്ല +CO2 ആണ്, ശ്രദ്ധിക്കണം. ഓക്കെ, ഇനിയും ബ്ലൂ ക്രിസ്റ്റൽസ് ഓഫ് കോപ്പർ സൾഫേറ്റ് ആർ ഹീറ്റഡ്. നിങ്ങൾ എപ്പോഴും മനസ്സിലായിക്കോണം, CuSO4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും കോപ്പർ സൾഫേറ്റ് ആണ്. എന്നാൽ ഈ ക്രിസ്റ്റൽസ് ഓഫ് കോപ്പർ സൾഫേറ്റ് എന്ന് പറയുമ്പോൾ അത് ഹൈഡ്രേറ്റഡ് കോപ്പർ സൾഫേറ്റ് ആണ്. അതായത് CuSO4.5H2O. ഇത് മറ്റേ വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്ന വാട്ടർ ക്രിസ്റ്റൽ ഫോമിലത്തെ അവസ്ഥയാണ് ഇതിനകത്തിരിക്കുന്നത്. ഇത് വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോപ്പർ സൾഫേറ്റിന് ബ്ലൂ കളർ കിട്ടുന്നത്. ഓക്കെ, ഇത് ഹൈഡ്രേറ്റഡ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ, പെന്റാഹൈഡ്രേറ്റ് കോപ്പർ സൾഫേറ്റ് എന്ന് പറയാം. ഇത് ഹൈഡ്രേറ്റഡ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ആണ്. കോപ്പർ സൾഫേറ്റ് ആണ്. അതായത് ഈ ബ്ലൂ ക്രിസ്റ്റൽസ് ഓഫ് കോപ്പർ സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ അത് ഉദ്ദേശിക്കുന്നത് ഇതാണ്, ഇതല്ല. ഓക്കെ, അതിനെ ഹീറ്റ് ചെയ്യുക. അതായത് CuSO4 5H2O CuSO4 5H2O ഞാൻ ഹീറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കുന്ന അറിയാമോ? ഇതിനകത്ത് വാട്ടർ ഫുൾ ആവിയായി പോയിട്ട് CuSO4 നമുക്ക് കിട്ടും. പ്ലസ് എത്ര? 5H2O സെപ്പറേറ്റ് ആവും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വാട്ടർ ഓഫ് 5H2O ക്രിസ്റ്റൽ ഫോമിൽ വരുന്ന വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്നത്. 5 വാട്ടർ ഓഫ് ഇതിനകത്ത് എത്ര വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ ഉണ്ടെന്നും ചിലപ്പോൾ ചോദിക്കും. അപ്പൊ അതിനകത്ത് 5 വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ ഉണ്ടെന്നുള്ളത് എഴുതി വെക്കണം. ഓക്കെ, അങ്ങനെയൊന്നും നേരത്തെയൊക്കെ ചോദിക്കാറില്ല, ഇപ്പൊ അങ്ങനെയൊന്നും ചോദിക്കാറില്ല. എന്നിരുന്നാലും ഞാനങ്ങ് പറഞ്ഞതാ. അപ്പൊ ഇതിന് ബ്ലൂ കളറാണ്. ഇത് വരുമ്പോഴത്തേക്കും ഇത് അങ്ങ് എന്തായിട്ട് മാറും? ഇത് വൈറ്റ് ആയിട്ട് മാറും. ഈ വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ ഉള്ളപ്പോഴാണ് ശരിക്കും കോപ്പർ സൾഫേറ്റിന് ബ്ലൂ കളർ ഉണ്ടാവുക. അപ്പൊ അതിനെ ചൂടാക്കിയപ്പോൾ അതിനകത്തെ വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ നഷ്ടപ്പെട്ടു പോയി, അത് വെറും കോപ്പർ സൾഫേറ്റ് ആയിട്ട് മാറി. അടുത്തത് മൂന്നാമത്തേത് ക്ലോറിൻ ഗ്യാസ് ഈസ് പാസ്ഡ് through dry slaked lime എന്ന് പറയുമ്പോൾ CaOH2 ക്ലോറിൻ ഗ്യാസ് CaOH2 പാസ് ചെയ്താൽ എന്ത് സംഭവിക്കും? CaOH2 ക്ലോറിൻ ഗ്യാസ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ CaOCl2 പ്ലസ് എത്രയാ? H2O ഉണ്ടാവും. നമ്മൾ പഠിച്ച ബ്ലീച്ചിങ് പൗഡറിന്റെ പ്രിപ്പറേഷനകത്ത്.
അടുത്തത് കാർബൺ ഡൈ ഓക്സൈഡ് gas is passed through lime water lime water എന്ന് പറഞ്ഞാലും സ്ലേക്കറ്റ് ലൈം എന്ന് പറഞ്ഞാലും രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പം CaOH ട്വൈസിനകത്തൂടെ നമ്മൾ CO2 കടത്തി വിട്ട് കഴിഞ്ഞാൽ എന്തുണ്ടാവും? കാൽസ്യം കാർബണേറ്റ് CaCO3 പ്ലസ് എത്രയാ H2 ഉണ്ടാവും. ഒരെണ്ണം കൂടെ തരാം. NaOH സൊല്യൂഷൻ അല്ല സോറി NaOH സൊല്യൂഷൻ NaOH solution is heated with zinc granules അപ്പൊ എന്ത് ചെയ്താൽ മതി? Zn plus NaOH gives എന്താ? Zn plus NaOH എന്ന് പറയുമ്പോൾ ZnOH എന്ന് വരത്തില്ല. നമ്മൾ പറഞ്ഞായിരുന്നു എന്താ? NaZnO2 സോഡിയം സിങ്കേറ്റ് പ്ലസ് എത്രയാ H2 ഇതായിരിക്കും വരിക. ഓർത്തോണം സ്പെഷ്യലി. അല്ലാതെ ZnOH ട്വൈസ് എന്ന് എഴുതി വെക്കരുത്. എഴുതിയോ? ഓക്കെ ആണോ? ഒരെണ്ണം കൂടെ എഴുതിക്കോ, ഒരു ഇതും കൂടെ എഴുതിക്കോ. Write chemical equation when zinc granules react with ഒന്നാമത്തേത് H2SO4, രണ്ടാമത്തേത് HCl, മൂന്നാമത്തേത് അലൂമിനിയം AlCl3, നാലാമത്തേത് സോഡിയം ഹൈഡ്രോക്സൈഡ് NaOH, അഞ്ചാമത്തേത് ഇത് ഞാനങ്ങ് ഇക്വേഷൻ അങ്ങ് തരുവാണ്. ഇങ്ങനെയല്ല അവർ വേർഡിലാണ് എഴുതിയിരിക്കുന്നത്. സിങ്ക് ഇതുമായിട്ടൊക്കെ റിയാക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം സിങ്ക് H2SO4 ആയിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സിങ്ക് സൾഫേറ്റ് ZnSO4 പ്ലസ് ഹൈഡ്രജൻ. മെറ്റൽ റിയാക്ട് വിത്ത് ആസിഡ് ഗീവ്സ് സോൾട്ട് പ്ലസ് ഹൈഡ്രജൻ. അടുത്തത് Zn പ്ലസ് HCl ചെയ്താലും എന്ത് തന്നെയാണ്? സോൾട്ട് പ്ലസ് ZnCl2 പ്ലസ് ഹൈഡ്രജൻ തന്നെ, അതും മെറ്റൽ പ്ലസ് ഇതാണ്. ഇനിയും Zn പ്ലസ് AlCl3 അലൂമിനിയം ക്ലോറൈഡ്. അപ്പം അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിങ്കും അലൂമിനിയം ക്ലോറൈഡും റിയാക്ട് ചെയ്തില്ല. കാരണം എന്താണെന്നറിയോ? അടുത്തതിനകത്ത് നമ്മൾ റിയാക്ടിവിറ്റി സീരീസ് പഠിക്കും. അതായത് അതായത് അലൂമിനിയം കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്? സിങ്ക് വരുന്നത്. അപ്പൊ അലൂമിനിയം ആണ് റിയാക്റ്റീവ്. അപ്പം കൂടുതൽ റിയാക്റ്റീവ് ആയിട്ടുള്ളതിനെ കുറഞ്ഞ റിയാക്റ്റീവ് ആയിട്ടുള്ള ആൾ എന്ത് ചെയ്യാൻ പറ്റത്തില്ല?
മാറ്റാൻ പറ്റത്തില്ല. അപ്പൊ തന്നെ ഇവിടെ നോ റിയാക്ഷൻ ആയിരിക്കും നടക്കുന്നത്. ഇവിടെ നോ റിയാക്ഷൻ. ഇത് അടുത്ത ചാപ്റ്ററിനകത്ത് പഠിക്കും ഡീറ്റെയിൽ ആയിട്ട്. അതേപോലെ അടുത്തത് സിങ്ക് NaOH ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. NaOH. അപ്പൊ എന്താ സംഭവിക്കുന്നത്? അപ്പൊ നമ്മളിപ്പോൾ എഴുതിയ പോലെ തന്നെ സോഡിയം സിങ്കേറ്റ് NaZnO2 NaZnO2 പ്ലസ് എത്ര H2. അതേപോലെ തന്നെ സിങ്കും HNO3 ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോഴും എന്താ സംഭവിക്കുന്നത്? സിങ്ക് നൈട്രേറ്റ് ആണ് ഉണ്ടാകുന്നത്. ZnNO3 ട്വൈസ് പ്ലസ് H2. കണ്ടോ? അതിനകത്ത് വേറൊരു പ്രശ്നം കൂടെ ഉണ്ട്. സിങ്ക് HNO3 സിങ്ക് പ്ലസ് HNO3 ആകുമ്പോൾ നൈട്രേറ്റ് മാത്രമല്ല ഉണ്ടാകുന്നത്. ഇവിടെ ഇവിടെ ഇതൊന്ന് നോക്കണേ. ഇതിനകത്തൊരു വ്യത്യാസമുണ്ട്. നൈട്രേറ്റ് മാത്രമല്ല ഉണ്ടാകുന്നത്. ഇവിടെ നൈട്രജൻ ഡയോക്സൈഡും വാട്ടറുമാണ് ഉണ്ടാകുന്നത് കേട്ടോ. ഇതൊന്ന് ശ്രദ്ധിച്ചോണേ. സിങ്ക് നമ്മുടെ HNO3 ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ ഉണ്ടാകുന്നത്? സിങ്ക് നൈട്രേറ്റിന്റെ കൂടെ നമ്മൾ ഹൈഡ്രജൻ അല്ല ഉണ്ടാകുന്നത്, അവിടെ നൈട്രജൻ ഡയോക്സൈഡും വാട്ടറുമാണ് ഉണ്ടാകുന്നത്. ശ്രദ്ധിച്ചോണം. ഓക്കെ, എന്നാൽ ഇന്നത്തെ ക്ലാസ് ഇങ്ങനെ നിൽക്കട്ടെ. ഇവിടെ എഴുതി കഴിഞ്ഞവർക്ക് ലെഫ്റ്റ് ആവാം.